സ്റ്റുഡൻസ് വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് 2020 ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ സെക്ഷനിൽ 15 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് തിയറി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ മെട്രിക്സ്, എന്താണ് മെട്രിക്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. നാലാമത്തേൽ വാട്ട് ഡു യു മീൻ ബൈ എ സീക്വൻസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് EMI. സിക്സ്ത് ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ ഡെഫേർഡ് പെർപെച്വിറ്റി. ആൻഡ് സെവൻത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ ഡിസ്പേർഷൻ. എയ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സ്. നയൻത് വൺ ഡിഫൈൻ അരിത്തമെറ്റിക് മീൻ. 10th question what do you mean by continuous series. 11th one what is negative skewness. 12th find next number in the sequence 1 4 9 16 25 x. 13th one what is range. 14th what do you mean by standard deviation. 15th one what is geometric mean. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ 15 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യനാണ് പ്രോബ്ലം വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള 14 തിയറി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ അവിടെ 16th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 × x - 1 + 1 = 5 × 2x + 1 - 6. അത് സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 17ാമത്തേൽ ഒരു മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യനിൽ അറ്റ് വാട്ട് റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം വിൽ എ സം ഓഫ് മണി ഡബിൾ ഇൻ 8 years. 8 വർഷം കൊണ്ട് എമൗണ്ട് ഡബിൾ ആവുകയെന്ന് വെച്ചാൽ സം എത്രയാണ്. അറ്റ് വാട്ട് റേറ്റ് പെർസെൻറ്റേജ് പെർ ആനം, ഏത് റേറ്റിൽ വന്നാലാണ് ഒരു വർഷത്തേക്ക് 8 വർഷം കൊണ്ട് ഇത് ഡബിൾ ആവുന്നതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ഔട്ട് ദ മീഡിയൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഏജ് 10 5 7 12 8 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 15 20 15 28 12 തന്നിട്ടുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് 2 നാച്ചുറൽ നമ്പേഴ്സ് ഹൂസ് സം ഈസ് 27 ആൻഡ് പ്രൊഡക്റ്റ് ഈസ് 182. ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 27ഉം അവ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 182 ആണ് കിട്ടുന്നത്. അപ്പോൾ ആ സംഖ്യകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യനിൽ ദ ഫസ്റ്റ് ടേം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് 15. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ആദ്യത്തെ ടേം 15 ലാസ്റ്റ് ടേം 85. ഇഫ് ദ സം ഓഫ് ഓൾ ടേംസ് ഈസ് 750, എല്ലാ ടേമും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 750 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ടേം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് മീൻ ഡീവിയേഷൻ, വാട്ട് ആർ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. 23rd a bank offers 5% compound interest calculator on half yearly basis കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ 1600 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് 1st January and 1st July of a year. Calculate the amount he would have gained by way of interest at the end of the year. അതായത് ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ജനുവരിയിലാണ് 1600 ഡെപ്പോസിറ്റ് ചെയ്തത്. പിന്നെ ജൂലൈയിൽ വീണ്ടും 1600, അങ്ങനെ 2 പ്രാവശ്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ വർഷം എൻഡ് ചെയ്യുമ്പോൾ എത്ര ഇൻട്രസ്റ്റാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം 5% കൊടുക്കുന്നത്, എത്രയായിരിക്കും എമൗണ്ട് കിട്ടുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ സിയിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ആർ ദ മേജർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യാനുള്ള ഇത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ മെറിറ്റ് ആൻഡ് ലിമിറ്റേഷൻ, ഓരോന്നിൻ്റെയും മെറിറ്റും ഡിമെറിറ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബാക്കി 3 നമുക്ക് പ്രോബ്ലം തന്നെയാണ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. 25ാമത്തേൽ എ മാൻ കൺസ്ട്രക്റ്റഡ് ഹിസ് ഹൗസ് ബൈ ടേക്കിംഗ് എ ഹോം ലോൺ ഓഫ് ₹15 lakh. ഹി ഈസ് ആസ്ക്ഡ് ടു റീപേ ദ ലോൺ എമൗണ്ട് ഇൻ 5 years. ഒരാൾ വീട് കയറ്റുന്നതിന് വേണ്ടിയിട്ട് 15 ലക്ഷമാണ് കടമെടുത്തിരിക്കുന്നത്. 5 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 13% ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ EMI എത്രയായിരിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 26ാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദ ഫോളോയിങ് സിസ്റ്റം ബൈ യൂസിങ് ക്രാമേഴ്സ് റൂള്. ക്രാമേഴ്സ് റൂള് യൂസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. x - 2y + 3 = 9 - x + 3y
minus z equal to minus 6, 2x minus 5y plus 5z equal to 17. 27th ക്വസ്റ്റ്യനിൽ മീൻ മീഡിയൻ മോഡ് മൂന്നും കാണാൻ പറഞ്ഞിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നത് വേജസ് ആണ്. 0 to 50, 50 to 100, 100 to 150, 150 to 200, 200 to 250, 250 to 300, 300 to 350. ഇനി അതിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിട്ടുണ്ട് 2, 3, 5, 6, 5, 3, 1. അപ്പോൾ ഈ ഒരൊറ്റ ഡാറ്റേനെ വെച്ചുകൊണ്ട് നമ്മൾ മീനും മീഡിയനും മോഡും ആണ് കാണേണ്ടത്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ എന്താണ് ഇക്വേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തിട്ട് മീൻ മീഡിയൻ മോഡ് കാണുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും പാസ്സാവാനുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചു. വല്ലാത്ത ടഫ് എന്ന് പറയാനില്ല. ആദ്യത്തെ സെക്ഷനിൽ ഒരു പ്രോബ്ലം ഒഴികെ ബാക്കിയൊക്കെ തിയറി തന്നെയാണ്. രണ്ടാമത്തെ സെക്ഷൻ ആണെങ്കിലും അവിടെ മെയിനായിട്ട് തിയറി എന്ന് പറയുന്ന ആകെ ഒരൊറ്റ തിയറി ക്വസ്റ്റ്യനാണ്, 2 തിയറി ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പ്രോബ്ലം തന്നെയാണ്. സെക്ഷൻ സിയിൽ എസ് എ ക്വസ്റ്റ്യനായിട്ട് ആകെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇവിടെ 2 എസ് എ ക്വസ്റ്റ്യൻ ചെയ്യണം. അതിൽ 1 തിയറിയാണ്, ബാക്കി 3 എണ്ണമാണ് നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു.